നമ്മളിപ്പോൾ എടമറുക് പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തേവർമല അമ്പലത്തിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് നാടുകാണി വ്യൂ പോയിൻറ്റും. അപ്പം ഞാൻ രാവിലെ തന്നെ ഇറങ്ങി നേരെ നമ്മുടെ എടമറുക് പള്ളിയുടെ ഫ്രണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 1.5 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ തേവർമല ടെമ്പിളുള്ളത്. നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ബോർഡ് കണ്ടിട്ടുണ്ട്. കയ്യൂർ നാടുകാണി 5 കിലോമീറ്റർ, ഇലവിഴാപ്പൂഞ്ചിറ 18 കിലോമീറ്റർ എന്ന് പറഞ്ഞ് പിന്നെ തൊടുപുഴ 21 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യമേ പോകുന്നത് 1.5 കിലോമീറ്റർ എത്തി കഴിയുമ്പോൾ നമ്മുടെ അമ്പലത്തിലേക്കാണ്. അവിടുന്ന് വീണ്ടും ഒരു 3 കിലോമീറ്ററോടെ എന്തായാലും കാണും നമ്മുടെ ഈ കയ്യൂർ നാടുകാണിയിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. ഇതുണ്ടല്ലോ ഇവിടുന്ന് ജസ്റ്റ് ഇടത്തോട്ടൊരു വഴിയാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് ആ വഴി കയറാം. അവിടുന്ന് നമ്മൾ ആദ്യമേ കണ്ട ബോർഡിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ വന്നേക്കുന്ന ഈ വഴി നിന്നാണ് കേട്ടോ. ആ വഴിയിൽ നിന്ന് ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ തൊടുപുഴയ്ക്കാണ്. തൊടുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടുന്ന് ആ ബോർഡിൻ്റെ അവിടുന്ന് ജസ്റ്റ് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. ഇത് ഈ കാണുന്നതാണ് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ നേരെ പോകുമ്പോഴാണ് നമ്മുടെ ഈ അമ്പലം ഉള്ളത്. കയ്യൂർ അമ്പലത്തിലോട്ടുള്ള ദൂരം കാണിച്ചു. പക്ഷേ അവിടെ നിന്നുള്ള ബോർഡെ കാണിച്ചിരിക്കുന്ന 1.5 കിലോമീറ്ററാണ്. പക്ഷേ എന്താണെന്ന് അറിയില്ല. നമുക്ക് നേരെ ഈ വഴിയെ കൂടെ നേരെ പോകാം. ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള വഴി. ഇതുവഴി നേരെ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്കും പോകാം. നമുക്ക് നേരെ പോയേക്കാം. അപ്പോൾ മെമ്മറീസ് ട്രാവൽ വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എടമറുകാണ് കേട്ടോ. എടമറുക് നമ്മളിവിടെ ഒരു അമ്പലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അമ്പലത്തോടൊപ്പം തന്നെ ഒരു നാടുകാണി വ്യൂ പോയിൻറ്റും ഉണ്ട്. അതായത് ഈ അമ്പലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എടമറുക് ശങ്കരനാരായണ ക്ഷേത്രം എന്നാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രതിഷ്ഠയില്ലാത്തൊരു അമ്പലമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അമ്പലത്തിന് ഒരു പേര് വരുന്നതെന്ന് പറഞ്ഞാൽ തേവർമല ടെമ്പിൾ എന്നും പറയുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലും പേര് വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് കൃത്യമായിട്ടുള്ള പേരെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ ഗൂഗിൾ മാപ്പ് പറഞ്ഞതിന് പ്രകാരമുള്ള ലൊക്കേഷനിൽ കൃത്യമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ മലയുടെ മുകളിലാണ്. അപ്പോൾ അങ്ങോട്ട് കയറി പോകേണ്ട വഴി ഇതുവഴിയാണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വരുമെന്ന് നോക്കാം. വരുവാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ, അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് കയറിപ്പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞാനിവിടം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അടുത്ത ഈ അമ്പലത്തിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നാടുകാണി വ്യൂ പോയിൻ്റാണ്. നാടുകാണി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു ഏരിയയാണ്. നമ്മുടെ ഈ പാല, ഈരാറ്റുപേട്ട അങ്ങനെയെല്ലാം കാണുന്ന അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ഉള്ള ഒരു ലൊക്കേഷനാണ് നാടുകാണി വ്യൂ പോയിൻ്റ്. ഇപ്പോൾ നല്ല വേനലിൻ്റെ സമയമായതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല ചൂടായിരിക്കും. എന്തായാലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ കയറി കൊണ്ടുവന്നിട്ട് വണ്ടി കൊണ്ട് നിർത്തിയ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്ലാവിൽ നിറച്ച് ചക്ക കായ്ച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇലയുടെ രീതി കണ്ടിട്ട് എനിക്കിത് പാത്താമുട്ടം വരിക എന്ന് പറഞ്ഞ വരികയാണെന്ന് തോന്നുന്നു. സാധാരണ പാത്താമുട്ടം വരികയാണ് അത്യാവശ്യം നീണ്ട് ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നു. ഇത് ചുവട് തൊട്ടേ കായ്ച്ച് കിടപ്പുണ്ട്. നാടൻ മരമാണ് ഈ നിൽക്കുന്നത്, അല്ലാതെ ബഡൊന്നുമല്ല. ഇതല്ലേ നാടനൊരു മരം, പാത്താമുട്ടം വരിക്ക മരമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇത് ഏത് ചക്കയാണെന്ന് പറയുക. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നീളമുള്ള ചക്ക കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് കേട്ടോ. ഇതുവഴി ഇറങ്ങി ഏതാണ്ട് നമ്മളൊരു ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ മേളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കയ്യൂർ, ഇടമറുക്, ഉള്ളനാടെന്ന് പറഞ്ഞൊരു 3 വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കയ്യൂരിന് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് കണ്ട ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററാണ്. ശരിക്കും ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വരുന്ന വഴിക്ക് തന്നെ ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ അമ്പലം. നമുക്കപ്പോൾ ആ മലയുടെ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുവഴി വന്നിങ്ങനെ കറങ്ങി വേണം മലയുടെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാണ് ബോർഡിൽ കൃത്യമായിട്ട് 5 കിലോമീറ്റർ എന്ന് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ വന്ന വഴിക്ക് ഒരു ചേട്ടനെ കണ്ടു. ഭാഗ്യത്തിന് ചേട്ടനാണ് ഈ വഴിയെല്ലാം പറഞ്ഞു തന്നത്. എന്തായാലും നമുക്ക് നേരെ പോയേക്കാം. ഈ വഴി നേരെ പോയി കഴിയുമ്പോൾ വീണ്ടും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് മലയുടെ മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഈ തേവർമല അമ്പലം ഇരിക്കുന്നത്. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ കയറി വന്നിട്ട് ഏതാണ്ട് ഇവിടെ ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെങ്ങനെയാടാ? ഈ ജംഗ്ഷൻ്റെ കയ്യൂരല്ലേ? കയ്യൂർ ജംഗ്ഷനാണ്. ഇവിടെ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് തിരിയുമ്പോൾ 2 വഴികളുണ്ട്. അതായത് ഒരു വഴി നേരെ, ഒരു വഴി വലത്തോട്ട് പോകുന്ന വഴി കുറുമണ്ണല്ലേ, നേരെ പോകുന്നത് ഉള്ളനാട്. അപ്പോൾ വലത്തോട്ട് പോകുന്ന വഴി കുറുമണ്ണും നേരെ പോകുന്ന വഴി ഉള്ളനാടുമാണ്.
അപ്പോൾ നമുക്ക് ഈ വലത്തോട്ടുള്ള വഴിയാണ് തിരിഞ്ഞ് കയറേണ്ടത്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നല്ലേ? രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടെയുണ്ട്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ ഈ കയ്യൂർ അമ്പലത്തിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. രാവിലെ കുളി കഴിഞ്ഞിട്ട് നല്ലപോലെ വ്രതം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ അമ്പലത്തിന് പ്രതിഷ്ഠയില്ല അല്ലേ? ശ്രീകോവിലില്ല, പ്രതിഷ്ഠയുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ അച്ചട്ടായിട്ടുള്ളൊരു അമ്പലമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പിഞ്ചു കുഞ്ഞായിട്ട് സ്ത്രീയായിട്ട് ജനിച്ച ഒരു കുഞ്ഞിന് പോലും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ആ ഒരു അമ്പലമാണ്. അപ്പോൾ ചേട്ടാ താങ്ക്സ്. അപ്പോൾ ഇതാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. രാധാകൃഷ്ണൻ ചേട്ടനാണ് വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഞാനിങ്ങോട്ട് കയറി വന്ന വഴി ഒറ്റ മനുഷ്യനെ പോലും കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഇതുകൊണ്ട് ഈ ജംഗ്ഷനിൽ തന്നെ ഒരു ഞാവലിൻ്റെ മരമുണ്ട്. ഇതുണ്ടല്ലോ, ഞാവലിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിക്ക ആൾക്കാർക്കും മനസ്സിലാവും. ഇതാണ് ഞാവലിൻ്റെ മരം. അതായത് നമ്മുടെ പർപ്പിൾ കളറുള്ളൊരു ഞാവലുണ്ടാകുന്ന മരമാണ് ഈ നിൽക്കുന്നത്. ഏകദേശം ഒരു 20-30 അടിക്ക് മുകളിൽ പൊക്കം ഈ മരത്തിനുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടുത്തെ ചെമ്പരത്തിയുടെ പൂവ് നിൽപ്പുണ്ട്. ചെമ്പരത്തി ഇടണം ഇതിൻ്റെ ചുവട്ടിക്കൂടെ വരുന്നുണ്ട്. ഇത് ചെമ്പരത്തി പൂവാണെന്നുള്ളൂ. പക്ഷേ എങ്കിൽ ഇതുപോലത്തെ ഒരു മരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള മരമല്ല, കുറ്റിച്ചെടിയായിട്ടാണ് ഈ ഞാവൽ നിൽക്കാറുള്ളത്. അത് ബഡായതുകൊണ്ടായിരിക്കും. എന്തായാലും ഇത്രയും വലിയൊരു ഞാവൽ മരം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ തന്നെ ഈ കാണുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത് അമ്പലത്തിലോട്ട്. ജസ്റ്റ് നമുക്ക് മുന്നോട്ട് പോയി അമ്പലം ഒന്ന് കണ്ടിട്ട് വരാം. കുറുമണ്ണം എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ നിന്ന് കയറി വന്നിട്ടുള്ള വഴിയാണിത്. ആ വഴി ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് റൈറ്റിലേക്ക് ഇതുണ്ടല്ലേ, പള്ളമാക്കൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ കയ്യൂരിൻ്റെ ഒരു ബോർഡുണ്ട്. അതോടൊപ്പം തന്നെ കയ്യൂർ തേവർമല ശങ്കരനാരായണ ക്ഷേത്രം, സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ് 2 കിലോമീറ്ററും കാണിക്കുന്നുണ്ട്. ഈ വഴിയാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ട വഴി. അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ അവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടം വരെ നമുക്ക് ജസ്റ്റ് പോയിട്ട് നോക്കാം. കാരണം ഈ അമ്പലം എന്ന് പറഞ്ഞാൽ അതുപോലെ അച്ചട്ടായിട്ടുള്ളൊരു അമ്പലമാണ്. നമുക്കപ്പം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റത്തില്ല. എന്തായാലും ആ ഗേറ്റിങ് വരെ നമ്മളായാലും വന്ന സ്ഥിതിക്ക്, അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് ആ ഗേറ്റിങ് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെണ്ട നമ്മളാ ആദ്യമേ കണ്ട ആ വഴിയിൽ നിന്ന് കയറി ഇതെൻ്റെ വഴി ഇങ്ങനെ ചെറുതായി ഇവിടം വരെ എത്തി കേട്ടോ. ഭയങ്കര, അതായത് വഴിയുടെ വീതി കുറഞ്ഞു വരുവാണ്. ശരിക്കും നമ്മളൊരു എന്നാ പറയുന്നത്, ഒരു കാട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു അമ്പലത്തിലോട്ട് കയറി പോകുന്നൊരു സെറ്റപ്പാണ്. ഈ ഒരു ആംബിയൻസും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ താഴെ നമ്മുടെ കുറച്ച് ചേച്ചിമാരുണ്ടാകും. ചേച്ചിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ, അതായത് ഈ ബാക്കിൽ കൂടെ കാണുന്നത്, ഞാൻ വണ്ടി അവിടം വരെ കൊണ്ടുവച്ചിട്ടുണ്ട്, അവിടം വരെ നമ്മുടെ വണ്ടി വരത്തുള്ളൂ കേട്ടോ. അപ്പം ഈ സംക്രാന്തി, എല്ലാ മാസവും സംക്രാന്തി ദിവസത്തിലാണ് നമ്മുടെ ഈ അമ്പലം തുറക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രതിഷ്ഠയുണ്ട്, ശ്രീകോവിലില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ രീതി. അപ്പം നമുക്ക് നേരെ ഇതുണ്ടല്ലോ, ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് കയറി പോയി കഴിയുമ്പോൾ ഒരു ഗേറ്റുള്ളൊരു ഗേറ്റിംഗ് വരെ നമുക്ക് കയറിപ്പോയി. ഇത് കുറച്ചങ്ങോട്ട് കയറി ചെയ്യുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട്, അവിടം വരെ നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ ഞാനവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് നടന്ന് കയറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ചവിട്ടിയിൽ നിന്ന് ആദ്യമേ രാധാകൃഷ്ണൻ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞതും പിന്നെ ഇവിടെ വന്നപ്പോൾ ചേച്ചിമാർ പറഞ്ഞതെല്ലാം ശരിക്കും ഇത് ഭയങ്കര അച്ചട്ടായിട്ടുള്ളൊരു അമ്പലമാണ്. അവർ പറഞ്ഞ പ്രകാരം പണ്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നത് പറഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് ആ കുളി നനഞ്ഞ ഈറനോടെ തന്നെ അമ്പലത്തിലോട്ട് കയറുക എന്നുള്ള രീതിയാണ്. അതായത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ടോ ഒന്നും കയറാൻ പറ്റത്തില്ല. നല്ലപോലെ നൊയമ്പൊക്കെ നോറ്റിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ത്രീയായിട്ട് ജനിച്ചിട്ടുള്ള പിഞ്ചു കുഞ്ഞിന് പോലും ഈ അമ്പലത്തിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല, അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ അതുപോലെ അച്ചട്ടായിട്ടുള്ളൊരു അമ്പലമാണ്. എന്തായാലും ഞാൻ അമ്പലം കാണാൻ വന്ന സ്ഥിതിക്ക് തന്നെ വണ്ടി ഇവിടം വരെ എത്തിച്ചു. ഇനി അങ്ങോട്ട് കയറി പോകത്തില്ല, ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്ന് കയറി പോകണം. അപ്പം നാളെ കഴിഞ്ഞായിട്ട് ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, ബുധനാഴ്ച സംക്രാന്തി ആണെന്നാണ് തോന്നുന്നത്. ഈ സംക്രാന്തി നാളിലാണ് നട തുറക്കുന്നത്. നടയായിട്ടല്ല, ഇവിടെ അമ്പലം ഓപ്പൺ ആകുന്നത് ഭക്തജനങ്ങൾക്ക് സന്ദർശിക്കാൻ പാകത്തിന് ആകുന്നത് അപ്പോഴാണ്. എന്തായാലും ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ആ ഗേറ്റിങ്ങുണ്ട്, ഗേറ്റിംഗ് വരെ ഒന്ന് പോയിട്ട് വരാം. എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു രീതി സാഹചര്യങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് നാടുകാണി വ്യൂ പോയിന്റിലോട്ട് പോകാം. ഇത് ഞാൻ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് ഈ വഴിയെ കൂടെ, ചെറിയ വഴിയെ കൂടെ നടന്ന് കയറണം. അതുകൊണ്ടല്ലേ ഈ കയറി പോകുന്ന വഴിയെല്ലാം സൈഡ് വശമല്ല ഇതുണ്ടോ, ഭയങ്കര കാട് പോലെയാണ് നടക്കുന്നത്. ഞാൻ ശരിക്കും ഓർത്തോണ്ടിരുന്നത് ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ വീടുകളൊന്നുമില്ല, നല്ല കൊടും കാട് പോലെ കിടക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ എല്ലാം വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, കാട്ടുമരങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പം
ഒരു രക്ഷയില്ല. കൂടി വരുന്ന വഴിക്കെല്ലാം ഈ അപ്പപ്പൊന്നാടി കിടപ്പുണ്ട്. ഞാനിങ്ങോട്ട് കയറി വന്ന വഴിക്കുന്നുണ്ട്. ഈ സൈഡിൽ നല്ലൊരു വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നാടുകാണി വ്യൂ പോയിൻറ്റിലോട്ട് എത്തിക്കഴിയുമ്പോഴും കാണുന്ന വ്യൂ പോയിൻ്റ് ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് ഞാനൊരു പള്ളി കണ്ടായിരുന്നു. ആ പള്ളിയാണ് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത്. എനിക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു പടമുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മേളിൽ കുറേ ചേട്ടന്മാരുണ്ട്. അപ്പം നാളെ കഴിഞ്ഞാണ് സംക്രാന്തി ദിനത്തിൽ അമ്പലം തുറക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ എല്ലാം തൂത്തെല്ലാം ഇടുവാണ്. ഞാനപ്പോൾ ഇവിടുന്ന് വിളിച്ചു ചോദിച്ചു, കുളി കഴിഞ്ഞിട്ട്, അതായത് കുളി കഴിഞ്ഞിട്ട് ഈറനോട് കൂടി തന്നെയാണ് അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്താണ്ട് ഈ ഒരു നട അവിടം വരെ കയറിച്ചില്ല, അവിടുന്ന് അങ്ങോട്ട് ബാക്കി കയറില്ലെന്നേ അവർ പറഞ്ഞുള്ളൂ. എന്തായാലും നമുക്ക് മേളിലോട്ട് പോകാം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ചെരുപ്പും കൂടെ ഊരിയിട്ടിട്ട് അങ്ങ് പോയേക്കാം. അതുകൊണ്ട് ചെരുപ്പ് അങ്ങ് ഊരിയേക്കാം. അപ്പോൾ ഈ പടവുകളെന്ന് പറഞ്ഞാൽ ഒരു 108ഓളം പടവുകളാണ്, നടയാണ് ഈ കയറി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇല്ല, ഇവിടെ എല്ലാം അപ്പപ്പൊന്നാടി കിടപ്പുണ്ടേ. ഇതൊക്കെ ഇഷ്ടംപോലെ അപ്പപ്പൊന്നാടിയുണ്ട്. ഇത് കണ്ടോ. അയ്യോ, മടുത്ത് ഇവിടുന്ന് മേളിലോട്ടാണ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് വ്രതം എടുത്ത് കയറേണ്ടത്. ഗേറ്റ് വരെ പിന്നെ കയറാൻ ബാക്കി കുളി കഴിഞ്ഞെന്നുള്ളതാണ്. അതെ അല്ലേ, ഇവിടം വരെ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെയല്ല, ഗേറ്റ് വരെ നമ്മൾ കുളിക്കാതെ പോകുന്നുണ്ട്. അതെ അല്ലേ, കാണുന്ന ഒരു ഗേറ്റ് ഉണ്ട്. കണ്ടു. ഓക്കെ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നായിരുന്നേ. ഈ പ്രതിഷ്ഠ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയംഭൂ ആണ് നമ്മുടെ സങ്കല്പം. ഇവിടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ അവിടുത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണ മൂർത്തിയാണ്. ഈ കൃഷ്ണനും പഞ്ചപാണ്ഡവരും എന്നാണ് അതിന്റെ സങ്കല്പം. ഇവിടെ പാഞ്ചാലി ഇല്ല. പാഞ്ചാലി ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾ കയറാറില്ല, കുട്ടികൾ പോലും. ചെറിയ കുട്ടികളോ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മളൊരു ഫോട്ടോ എടുക്കുകയോ ഇത് നമ്മൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യാറില്ല. സാധാരണ അറിയാലോ, ക്ഷേത്രത്തിലെ ബിംബത്തിന്റെ ഫോട്ടോ നമ്മൾ ഇല്ല, അതൊരിക്കലും ചെയ്യില്ല. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഒരു രീതിയുണ്ട്. ഓക്കെ. നമുക്ക് ഇവിടം വരെയൊക്കെ വീഡിയോ എടുക്കുന്നതിന് ഒരു വിരോധമില്ല. എവിടെ വെള്ളം കയറിക്കോളൂ. അതെ അല്ലേ, ശരി. ഞാനിതൊക്കെ ഇതുപോലെ കേട്ടറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ ശരിക്കും ഈ ഇങ്ങനെയുള്ള അമ്പലങ്ങൾ ഞാൻ കൂടുതൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഇഷ്ടമാണ്. എങ്ങനെ വന്നാ ഇപ്പൊ നാളെ കഴിഞ്ഞാണ് ഇവിടെ സംക്രമം അല്ലേ? നാളെ സംക്രാന്തി ദിനത്തിൽ സംക്രമം അല്ലേ? അപ്പൊ ചില മാസങ്ങളിൽ 1-ാം തീയതി ആവും, ചില മാസം 31-ാം തീയതി ആവും. ശരി. സംക്രമം എന്നാണോ അന്നാണ് ഇവിടെ പൂജയുള്ളൂ. ശരിക്കും ശ്രീകോവിലില്ല. പ്രതിഷ്ഠയായിട്ടുണ്ടല്ലേ? ഒരു തറയില് ഒരു മെയിൻ ബിംബം, ഏതാണ്ട് ഒരു ശിവലിംഗത്തിന്റെ അതിന്റെ ഷേപ്പ്. പിന്നെ 5 ബിംബങ്ങളും ശാസ്താവ്. ഭഗവാൻ കൃഷ്ണനും പാണ്ഡവന്മാർ 5 എന്നാണ്. പിന്നെ എന്തോ പാഞ്ചാലിയുടെ ഇതുകൊണ്ടോ എന്തോ ഭഗവാന് കോപം വന്നു. അതെ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു പ്രസവിക്കാൻ കിടന്ന ഒരു കുഞ്ഞിന്റെ അത് വേറെയാണോ? അല്ല, ശരിയല്ല, അത് വേറെ. അത് ഈ അടുത്ത കാലത്ത് ആരോ സ്വയം സൃഷ്ടിച്ചെടുത്താണല്ലേ? ഇതിനപ്പുറത്ത് നേരെ ഒരു മലയുണ്ട്. ആ മലയില് അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിവന്റെ സങ്കല്പമാണ്. ശിവൻ അവിടെ ഇരുന്നു. അപ്പൊ താഴെ ഒരു പുലയ സ്ത്രീ പ്രസവിച്ചു. നമുക്കറിയാലോ, ഒരു ഭഗവാൻ ഒരു സ്ത്രീയുടെ പ്രസവിക്കുമ്പോ ഉള്ള ആ കരച്ചിൽ കേട്ടോണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു ഓടി. അങ്ങനെ ഒരിക്കലും പറയത്തില്ലല്ലോ. അപ്പൊ അത് ഈ അടുത്ത കാലത്ത് ആരോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരോ അല്ല, ഈ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് വിട്ടതാണ് ഇങ്ങനെ ഒരു സങ്കല്പം. എന്നിട്ട് ഭഗവാൻ ഇവിടെ വന്നിരുന്നു. അതല്ല പാഞ്ചാലിയുടെ. അതായത് ഇവര് 5 പേരും കൂടെ തപസ്സിരുന്നു എന്നാ പറയണേ. ആ തപസ്സിരുന്ന സമയത്ത് പാഞ്ചാലി ഇല്ല, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ
ഏകാദശിക്ക് പാരണ വീടാനായിട്ട് ഭരണങ്ങാനത്ത് പോയി. അതാണ് പാരണ വീടിയ സ്ഥലമാണ് ഭരണങ്ങാനായത്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ അവർ ഈ അടുത്ത ഒരു 5 വർഷം മുമ്പ് ഒരു ദേവപ്രശ്നം നടത്തി. ദേവപ്രശ്നം നടത്തിയപ്പോഴാണ് അവരുടെ മൂലം ഇവിടെയാ. ഓ ഇപ്പൊ എല്ലാ വൃശ്ചിക മാസത്തിലെയും പൂജ അവരാ നടത്തുന്നത്. ഭരണങ്ങാനം ദേവസ്വം. ഓ അങ്ങനെയാണല്ലേ. ശരി ശരി. ഇവിടുന്ന് ശരിക്കും അങ്ങോട്ടൊരു ഗുഹയുണ്ടെന്ന് പറഞ്ഞൊരു ഉണ്ട്. ഇപ്പൊ അതെല്ലാം അടഞ്ഞു. കൊറേ ദൂരം പോകായിരുന്നു. കുറച്ചു ദൂരം കയറിയിട്ടുണ്ട്. എന്റെ ഒരു 10, 15, 20 വയസ്സുള്ള കാലത്ത്. അതല്ലേ. ഇപ്പൊ അതിലേ കയറാവോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് പോകും. ഇത് ഇതിന്റെ ഏത് ദിക്കായിട്ടാ വരും ആ ഗുഹ എന്ന് പറഞ്ഞത്? ഗുഹ എന്ന് പറയുന്നത് ഇതിന്റെ അങ്ങേ ചെരുവ അല്ലേ? ഇത് മേലുകാവിന് പോകുന്ന റൂട്ടുണ്ടല്ലോ, അപ്പുറത്തെ. ഈ മലയുടെ അങ്ങേ താഴ്വാരം ഇടമറുക. ഞാൻ ഇടമറുകെന്നാ കയറി വന്നേ ഇപ്പം. അതെയോ? ഞാൻ അവിടെ നിന്ന് ശരിക്കും ഈ ഗൂഗിൾ ലൊക്കേഷൻ വെച്ചിട്ട് കയറി വന്നപ്പോ ഒരു റോഡിൽ വന്ന് വണ്ടി നിർത്തി. പിന്നെ അങ്ങോട്ടൊരു മലയാ. അപ്പൊ ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കയറി വരണം പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ആ റോഡൊക്കെ ഉണ്ടായി. ശരി ശരി. താങ്കളുടെ കയ്യിലൊരു വെട്ടുകത്തിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതിലൂടെ അങ്ങോട്ട് കയറിയാൽ ഇതിന്റെ തെക്ക് വശമുണ്ട് ഒരു പാറ. ആ പാറ അങ്ങോട്ട് കയറി നേരെ തെക്കോട്ട് പോയാൽ ഈ പറഞ്ഞ സ്ഥലത്ത് ചെല്ലാം. ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറമ്പിന്റെ താഴെ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് മുകളിലേക്ക്. അതിലെ നമ്മൾ വഴി വെട്ടിത്തെളിച്ച് പോകണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞാല് ഈ പറയുന്ന ഗുഹ നമുക്ക് കാണാം. അതിന്റെ ഒരു കുറച്ചു ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ താഴേക്കുള്ളത് ഭയങ്കര ഇരുട്ടാണ്. പിന്നെ ഈ പാമ്പൊക്കെ ഉണ്ടാവും. അതെ കാണാൻ പറയാൻ പറ്റത്തില്ല, അത്രയും കാട് പിടിച്ച് കിടക്കുന്നല്ലേ. ഈ വാവലൊക്കെ ഉണ്ട്. ഓക്കെ. നമ്മുടെ ഈ ഇത് ശരിക്കും നമ്മളിതുവഴി നമ്മുടെ എന്നാ പറഞ്ഞേ, നമ്മുടെ ഭരണങ്ങാനത്ത് വരെ ചെല്ലാൻ പറ്റുമോ? അതെ അല്ലേ. അറിയത്തില്ല. ഐതിഹ്യം പറയുന്നത് അങ്ങനെയല്ലേ. ശരിക്കും ഒരു ഗുഹ അവിടെ എന്തായാലും ഉണ്ട്. ഓക്കെ. ഗുഹയുണ്ട്. ഓക്കെ. ശരി. അത് മാത്രമല്ല, അതിന്റെ ഇപ്പുറത്ത് നമ്മൾ ഇവിടുന്ന് ഈ തെക്കേ നടയിലേക്ക് ഇങ്ങനെ അങ്ങ് പോകുമ്പോ ഐതിഹ്യം പറയണത് ഭീമൻ ഇങ്ങനെ ഗത കുത്തി പോയി. ഒരു ഇത്രയും വട്ടത്തില് ഈ പാറയില് ഒരു ഇത്രയും താഴ്ചയില് കുഴിയുണ്ട്. അത് നമുക്ക് കാണാം. അതൊരു 5-6 കുഴി വരെ നമുക്ക് കാണാം. ഏകദേശം ഒരേ അകലത്തിലാണ്. അതായത് നമ്മളിങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോഴുള്ള അകലേ പറഞ്ഞ പോലെ വലിയൊരാള് നടന്നാലുള്ള ആ ഒരേ ഡിസ്റ്റൻസില് ഉണ്ട്. അത് മാത്രല്ല, ഈ ചെരിഞ്ഞ പാറയാണെങ്കിൽ ആ കുഴി പോലും ഇങ്ങനെ ഈ ഭാഗം ഇല്ലാണ്ട് ഇങ്ങനെയാണ് കാണാം. പക്ഷെ ഇപ്പൊ അവിടെ മുഴുവൻ മുള്ളല്ലേ. അത് ശരിക്കും ഭീമൻ കയറി പോയതല്ലേ. കുത്തി ഇങ്ങനെ നടന്നു പോയി എന്നാ പറയണേ. ഇവിടെ ഒരുപാട് കാലം താമസിച്ചു നടക്കുന്നു. കയ്യൂരും മേലുകാവില് കല്ലുവട്ടം എന്ന് പറയുന്ന ഒരു അമ്പലമൊക്കെ അത് ആ കാലത്തുള്ള പ്രതിഷ്ഠയാണ്. അവിടെയും ഈ ഇടമറകിലും കയ്യൂരും ഭരണങ്ങാനവും ഒക്കെ ഇവരുടെ വനവാസ കാലത്ത് താമസിച്ചു എന്നാണ്. ശരി. ഓ അങ്ങനെയാണല്ലേ. പാണ്ഡവന്മാർ ഈ ഇതുവഴി വന്നിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. മുട്ടവും അറക്കുളവും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മുട്ടത്തിലൊരു ക്ഷേത്രമുണ്ട്, അറക്കുളത്തൊരു ക്ഷേത്രമുണ്ട്, വെഴയങ്ങാനം എന്ന് പറഞ്ഞ ഈ അങ്ങച്ചിരുവിലുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ശരി. ഓക്കെ. ഒരു ഇത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് ചോറ് കൊടുക്കാനാണെങ്കിലും നമ്മൾ ഇവിടുന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ട് പോവാ. അങ്ങനെ ശരി. നമ്മൾ ഇവിടെ കൊണ്ടുവരാറില്ല. കുഞ്ഞാണെങ്കിൽ അതായത് ഇവിടം വരെയൊക്കെ സ്ത്രീകൾക്ക് വരാൻ പറ്റും. ഈ നാട് അവിടെ വരെ വരുള്ളൂ. ഇങ്ങോട്ട് കയറി വരത്തില്ലല്ലേ. ഓക്കെ. ശരി. അപ്പൊ അതിങ്ങനെ നമുക്ക് സമയമുള്ള ഒരു സമയത്ത് വരികയാണെങ്കിൽ താങ്കൾക്ക് ഇവിടെ ഒക്കെ കാണാം. ഫുള്ള് കാണാം. ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് നടക്കുന്നല്ലേ. മുമ്പൊക്കെ ആൾക്കാർ ഇതിന്റെ അകത്തൂടെ ചെയ്യുമായിരുന്നു. അപ്പൊ ആരും വിറകാർക്കും വേണ്ടല്ലോ. അതെ. മുള്ളായി. പണ്ട് ഈ പശുവൊക്കെ വളർത്തുന്നവര് ആട് വളർത്തലുകാരൊക്കെ വെട്ടിക്കൊണ്ട് പോവാ. അതെല്ലേ. ഇതിപ്പോ ഈ ശരിക്കും ഈ പാറയുടെ മേളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് നല്ല വ്യൂ ആണ്. അതെയോ? പുറത്തേക്ക് സ്റ്റീപ്പായിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇല്ലല്ലേ. ഇടമറയിൽ കൂടെ വണ്ടി പോകുന്നൊക്കെ കാണാം. ഇവിടുന്ന് മേളിൽ നിന്ന് കാണാം. പുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നാൽ അവിടെ കയറി അതെ. അതെടുക്കാം. നമ്മൾ അകത്തോട്ട് കയറിയാൽ ഇനിയും വരുന്ന ഒരു ദിവസമാണല്ലോ അകത്തോട്ട് കയറിയാൽ ഈ അമ്പലത്തിൻ്റെത് എടുക്കാതിരുന്നാ പോരെ. അപ്പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാനങ്ങനെ എടുക്കാറില്ല അമ്പലത്തിലെ. ശ്രീകോവിൽ നമ്മൾ ഒരിക്കലും കാണിക്കാറില്ല ഒരമ്പലത്തിൽ. ബാക്കി എടുക്കാം. ഓക്കെ. എങ്ങനെയാ പേരെങ്ങനെ? എന്റെ പേര് സേതുനാഥ്.
വിഭാകരൻ. ഓക്കെ, വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ യൂട്യൂബിൽ ഇടും കേട്ടോ. അതെ അല്ലേ? എല്ലാവരും ഇങ്ങനെ സഹകരിച്ച് ഭാരവാഹികളൊന്നും അല്ലല്ലേ, പക്ഷെ ഞങ്ങളിങ്ങനെ വരുന്നു, ഇവിടെ കളിക്കാനൊക്കെ കൂടുന്നു. അതെ 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 അതെ, അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടാ. ശരി ശരി ശരി. സാമ്പത്തികം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവര് തന്നെയാണ്. അതെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അവരുടെ കുടുംബക്ഷേത്രം എന്നുള്ള രീതിയിലാണോ ഇത്? അങ്ങനെ പറയുന്നത് എല്ലാവരുടെയും കൂടെയാണ്. ഇതിപ്പോ നാട് ഇപ്പൊ എല്ലാവരുടെയും കൂടെ ആയി. അതെ അതെ അതെ. പക്ഷെ അതിന്റെ പ്രധാനം പണ്ടൊക്കെ അവരുടെ കൈകളിലായിരുന്നല്ലേ, അവരായിരുന്നു അതിന്റെ നടത്തിപ്പും കാര്യങ്ങളും. മാറ്റം വന്നിട്ടുണ്ട്. ശരി ശരി. എല്ലാവരും വന്നു, എല്ലാ വിശ്വാസികളും. അതെ അതെ അതെ. അവിടെ ശരി ശരി. ഓക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഇരട്ടി ആൾക്കാർ പുറത്തുനിന്നുള്ളവരാ വരുന്നത്. അതെ അല്ലേ? ഇത് ശരിക്കും ഇത് അറിഞ്ഞു കേട്ടിട്ട് വരുന്ന കേട്ടോ. പിന്നെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്നോട് എൻ്റെ പെങ്ങളാ പറഞ്ഞത്, ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, അവിടെ സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല, ശബരിമല മാത്രമല്ല സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതെനിക്കിന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇന്നലെ വൈകിട്ടാണ് കേട്ടോ, ഇന്ന് രാവിലെ ഞാൻ എനിക്ക് പോരും ചെയ്തത്. തെടനാടല്ല, കാഞ്ഞിരപ്പള്ളി, തമ്പലക്കാട്. തെടനാട് എനിക്ക് അമ്മ വീട്, എൻ്റെ അമ്മ വീട് തെടനാടാണ്. ആ, എൻ്റെ പേര് ദീപു ഗോപാലകൃഷ്ണൻ. ആ, അപ്പം ഞാൻ താഴെ നിന്നുള്ള ആ പടവുകൾ കയറി ഇതാ മേളിലേക്ക് എത്തുകയാണ്. ഇതല്ലേ, ഇവിടെ കൃത്യമായിട്ട് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? തേവർമല ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം, ക്ഷേത്രാചാരങ്ങൾ പാലിക്കാത്തവർക്കും സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതല്ലേ, ഇവിടെ താഴെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ സംക്രാന്തി ദിനത്തിലാണ് ശരിക്കും ഈ ഒരു അമ്പലം തുറക്കാറുള്ളത്. അപ്പോൾ അവരിത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അവർ പറഞ്ഞ പ്രകാരം ഇതുണ്ടല്ലേ, ആ മേളിൽ കാണുന്ന അവിടെ ഒരു ഗേറ്റ് പോലെയുണ്ട്. ആ ഗേറ്റിൻ്റെ മേളിലോട്ടാണ് നമുക്ക് കുളിക്കാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങൾ പാലിക്കാതെയും കയറാൻ പറ്റാത്തത്. അവിടം വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറിപ്പോവാം. എന്തായാലും ഞാൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് കയറാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് മേളിലോട്ടൊന്ന് കയറിപ്പോയി നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇതുണ്ട് നടകളെല്ലാം കയറി മേളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് തേവർമല ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശ്രീകോവിലില്ല, പ്രതിഷ്ഠയുണ്ട്, പക്ഷേങ്കിൽ ശ്രീകോവിലില്ല. അപ്പം ഞാൻ ആ കയറ്റം കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇവിടെയാണ് ഈ ഗേറ്റ് കടന്നിട്ട് അങ്ങോട്ട് നമുക്ക് അതീവ ശുദ്ധിയില്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതുപോലെ അച്ചട്ടായിട്ടുള്ളൊരു അമ്പലമാണിത്. ഇതുണ്ടല്ലേ, ഇവിടെ ഈ സംക്രാന്തി എല്ലാ മാസവും സംക്രാന്തി ദിനത്തിൽ മാത്രമാണ് ഇവിടെ നട തുറക്കുന്നത്. ആ നട തുറക്കുന്നതുകൊണ്ടാണ് ഇന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് കയറി വന്നുകൊണ്ട് ഇവരെ കാണാൻ പറ്റി. അവരെ ചേട്ടന്മാരെ കണ്ടുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ അമ്പലത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ അതിലൊരു ചേട്ടൻ്റെ നമ്പറും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് മേളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക്, അതായത് സ്ത്രീയായിട്ട് പിറന്നിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് പോലും ഈ അമ്പലത്തിലോട്ട് കയറാൻ പറ്റത്തില്ല. അതുപോലെ അച്ചട്ടാണ്. പിന്നെ ഈ അമ്പലത്തിലോട്ട് കയറി വന്ന് നമ്മൾ രാവിലെ അതീവ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ കുളിയും കഴിഞ്ഞ് ആ നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വേണം അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് കയറുമ്പം, അമ്പലത്തിലോട്ട് കയറുമ്പം പിന്നെയും തിരിച്ചു പോയി വീട്ടിൽ കയറാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അതുപോലെ ഭയങ്കര ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈ അമ്പലത്തിലോട്ട് വരാവുള്ളൂ. അപ്പോൾ ഇതാണ് ഈ അമ്പലം ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്പലത്തിൻ്റെ ഗേറ്റിങ് വരെ ഞാൻ എത്തി. ചെരുപ്പ് ഞാൻ താഴെ ഊരി ഇട്ടിട്ടാണ് കയറി വന്നത് കേട്ടോ. എന്തായാലും ഇവിടം വരെ എത്തി. ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കാനല്ലാതെ ഈ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് ഞാൻ ഒരു വരുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലം കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഗൈസ്, ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഇതുണ്ടല്ലേ, ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമല്ല ഈ അമ്പലം. നിങ്ങളൊരു പുരുഷനായിട്ട് ജനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഫാമിലി ആയിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. നാളെ കഴിഞ്ഞ് സംക്രാന്തി ദിനമാണ്. അന്നിവിടെ ഒരു നട തുറക്കുന്ന ദിവസവും വഴിപാടും കാര്യങ്ങളും എല്ലാം പറ്റുന്ന ദിവസം അന്നാണ്. ഇവിടെ ഗണപതി ഹോമം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതുണ്ട് ഈ സൈഡിലോട്ട് അമ്പലത്തിനകത്ത് കയറി കഴിയുമ്പോൾ ഈ ഒരു കാണുന്ന പാറ കണ്ടോ, ആ പാറയുടെ ഒരു മേൽവശത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴയ്ക്ക്, അതായത് ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ വാഹനങ്ങൾ പോകുന്നതും അങ്ങനെയുള്ള നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ താഴെ നിന്ന് ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും ഏത് അമ്പലത്തിൽ ചെന്ന് സന്ദർശിച്ചാലും അവിടുത്തെ ശ്രീകോവിലിൻ്റെ വീഡിയോസ് നമ്മൾ എടുക്കാറില്ല. അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത തവണ ഒരു തവണ
ഞാൻ ഈ അമ്പലം ഒന്ന് സന്ദർശിക്കാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടം വരെ കയറി, ഇനി അകത്തോട്ട് കയറിയില്ല, നമ്മൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് ഇവിടെ നാടുകാണി വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ അമ്പലം കാണുമെന്നുള്ള ഒരു ആഗ്രഹം എന്തായാലും സാധിച്ചു. ഇനി അടുത്ത പരിപാടി നാടുകാണി വ്യൂ പോയിൻ്റ്, അവിടെയും കൂടെ പോയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നേരെ താഴോട്ട് പോവാം. താഴെ ചേട്ടന്മാരുണ്ട്, അവർ വെള്ളം കുടിക്കുന്നതിന് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ കയറി വന്നപ്പം. ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും താഴോട്ട് ഇറങ്ങിപ്പം നമുക്ക് പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇതുണ്ടല്ലേ ഒരു വേലിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കയറി വരുന്ന ഒരു സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന മറ്റൊരു സൈഡിൽ കൂടെയാണ്, അങ്ങനെയാണ്. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോം. അപ്പോൾ കഴിച്ചതാണ് ഞാൻ അമ്പലം കണ്ടിട്ട് നട ഇറങ്ങി ഇതാണ് താഴെ എത്തി, ചെരുപ്പെടുത്തു. ഇവിടുന്ന് ബാഗിൽ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അവിടുത്തെ ചേട്ടന്മാരെനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നു, വെള്ളവും തന്നു, പഴവും തന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ ഇതുണ്ടല്ലേ താഴോട്ടുള്ള വഴിയെ നമുക്ക് പോകാം. അടുത്ത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നാടുകാണിയാണ്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ടാവും മിക്കവാറും. അപ്പോൾ നേരെ നാടുകാണി വ്യൂവിലോട്ട് പോകാം. ഈ സംക്രമ ദിവസങ്ങളിലാണ് ശരിക്കും ഇവിടെ നട തുറക്കുന്നത്. അപ്പോൾ അത് പൊതുവേ പറയുന്നത് 1-ാം തീയതി നട തുറക്കും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും സംക്രമ ദിവസം അതെന്നാ ഓരോ മാസം ഏത് ദിവസം വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം സംക്രമ ദിവസം ഇവിടെ നട തുറക്കും. അന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദർശിക്കാൻ പറ്റും. സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറാൻ സാധിക്കത്തില്ല, പാടില്ല. അങ്ങനെയാണ്. പുരുഷന്മാർക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം എടുത്ത് പറയുകയാണ്, അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നാടുകാണി വ്യൂ പോയിൻ്റ് ആണ്. അങ്ങോട്ട് പോകാം. നല്ല വെയിലായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഇറങ്ങിയ സ്ഥിതിക്ക് നാടുകാണി വ്യൂ പോയിൻറ്റും കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നുള്ളൂ. അവിടെ വെച്ചിട്ടായിരിക്കും എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നാടുകാണി വ്യൂ പോയിൻറ്റിലോട്ട് പോകാം. ഇവിടെ എല്ലാം വരുന്ന വഴിക്കെല്ലാം ഇഷ്ടം പോലെ അപ്പൂപ്പന്നാടി കിടപ്പുണ്ടേ അല്ലേ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കാണുന്ന സാധനം അപ്പൂപ്പന്നാടി. ഇങ്ങനെ എടുക്കുക, ഊതി വിടുക. നല്ലൊരു നെസ്റ്റാൾജിക് മൂഡാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ തേവർമല അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ഇതേണ്ട നാടുകാണിക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങോട്ട് ആ തേവർമല അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ ആദ്യമേ ഞാൻ ഒരു ജംഗ്ഷൻ കാണിച്ചാൽ നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ബോർഡുകളൊക്കെ ഇരിക്കുന്ന ഒരു ജംഗ്ഷൻ. അവിടുന്ന് തന്നെ നേരെ മുന്നോട്ട് വന്നിട്ടാണ്, മുന്നോട്ടൊരു ഞാനൊരു 1 കിലോമീറ്റർ കഷ്ടിയേ വന്നുള്ളൂ. വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോർഡാണ്. നമുക്ക് കറക്റ്റായിട്ട് ബോർഡ് കാര്യങ്ങളൊന്നുമില്ല. നാടുകാണി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് കയറുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കള്ള് ഷാപ്പും ഉണ്ട് കേട്ടോ. കള്ള് ഷാപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചെത്തുകൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒരു ചേട്ടൻ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ നല്ല സൂപ്പർ ചെത്തുകൾ ഇവിടെ കിട്ടുന്നതാണ് എന്നല്ലേ. ഇതാണ് കള്ള് ഷാപ്പ്. അപ്പം ഇവിടുന്ന് നമുക്ക് നേരെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ നാടുകാണി വ്യൂ പോയിൻ്റ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കപ്പോൾ ഈ വഴിയെ നേരെ മേളിലോട്ട് കയറാം. ഞാൻ ഈ വണ്ടി, എൻ്റെ ബൈക്ക് ഞാനിതിവിടെ ഈ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിയെ കൂടെ നേരെ നാടുകാണി വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ നാടുകാണി വ്യൂ പോയിൻറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ കയറി വന്നിട്ട് അവിടെ നിന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് നേരെ ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് ഇതില്ലേ ഒരു ചെറിയ കൈതത്തോട്ടമാണ്. കൈതത്തോട്ടത്തിലൂടെ കയറിയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴവിടെ വന്ന വഴിക്ക് 4 പേരുണ്ട്. എല്ലാവരും ഹിന്ദിക്കാരാണ്. അമ്മമാരിവിടെ വന്നിട്ട് നമ്മളോട് ചോദിക്കുക ഹിന്ദിയിൽ വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്നതിൻ്റെ വഴി എവിടെയാണെന്ന് ഹിന്ദിയിൽ അമ്മമാരോട് ചോദിച്ചു. കേരളത്തിൽ വന്നിട്ട് എനിക്ക് ഹിന്ദി അറിയത്തില്ല എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ഇപ്പം എന്നാ പറയുക, കേരളത്തിൽ വന്നിട്ട് കേരളത്തിലുള്ള ആളുകളോട് ഹിന്ദിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. എനിക്ക് പിടികിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഹിന്ദിയിൽ അമ്മ വ്യൂ പോയിൻ്റ് കാണുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞു, എന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി, ആ മലയുടെ മേളിലാണ്. അത് നമ്മളൊരു ആസാക്കുന്ന പരിപാടിയല്ലേ. ഞാൻ വിട്ടുകൊടുത്തില്ല. ആ മലയാളത്തിൽ പറഞ്ഞു. അമ്മമാർക്ക് ഒരു കോപ്പും പിടികിട്ടിട്ടില്ല. പുറകെ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ വന്നിട്ട് നമ്മളെ പറ്റിക്കേണ്ടതില്ല. കേരളത്തിൽ വന്നിട്ട് മലയാളത്തിൽ ചോദിക്കട്ടെന്നേ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന വ്യൂ പോയിൻ്റ് അടുത്ത് എത്തിയിരിക്കുകയാണ്. വ്യൂ പോയിൻ്റ് അടുത്ത് എത്താറായപ്പോഴത്തേനും ഇവിടെ ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്
പൊട്ടിപ്പൊളഞ്ഞൊരു വീട്. അപ്പോൾ ഞാൻ കയറി വന്നത് ഇതുവഴിയാണേ. ഇതുവഴി കയറി വന്നിട്ട് ഇങ്ങോട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടോ വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തേവർമല അമ്പലത്തിൻ്റെ അവിടുന്ന് ആ ടോപ്പിൽ കയറി എന്നാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇത് ശരിക്കും കാണുന്ന ആ മല വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലവഴാപ്പൂഞ്ചിറ മലയാണ്. ഞാൻ പണ്ട് കയറിയപ്പം ആ മലയുടെ ഷേപ്പ് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുള്ളൂ. അതായത് ജസ്റ്റ് ചെരിഞ്ഞ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് വന്നിട്ട് വീണ്ടും ഒരു ചെറിയ മല. ഇത് ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഈ മല എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് ശരിക്കും നമ്മുടെ ദിക്ക് പ്രകാരം അതുതന്നെയാണ് ഇലവഴാപ്പൂഞ്ചിറ മല. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അമ്പലം നിൽക്കുന്ന ഒരു ദിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡാണ്. എന്തായാലും നമ്മൾ കയറി വന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സമയമായിരുന്നു. നല്ല കരിഞ്ഞ് പൊള്ളി കിടക്കുക കേട്ടോ. ഇതുണ്ടോ, അയ്യോ, ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല, അതുപോലത്തെ സെറ്റപ്പാണ് ഭയങ്കരമായിട്ട്. ഇവിടെയോട്ട് വരേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല മഴയൊക്കെ പെയ്ത് കോടമഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്ന ആ ഒരു സമയത്ത് വേണം ഇവിടെ വന്ന് സന്ദർശിക്കാൻ. ഇപ്പോൾ ഈ നാടുകാണി വ്യൂ പോയിൻ്റ് ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം നമ്മളിവിടെ എത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നാടുകാണി വ്യൂ പോയിൻ്റ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു ഏരിയ മൊത്തം നമുക്ക് പറയുന്നത് പറഞ്ഞാൽ പാല, ഈരാറ്റുപേട്ട അങ്ങനെയുള്ളൊരു സൈഡാണ് അങ്ങോട്ട് പറയുന്നത്. ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ദിക്ക് പറയുകയാണെങ്കിൽ ഇടുക്കി സൈഡിലോട്ടൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടുക്കിയാണ്. അതൊക്കെയാണിത്. ഈ കാണുന്നത് നമ്മുടെ ഇലവഴാപ്പൂഞ്ചിറ മല. അപ്പം ഞാനിവിടെ അതിനേരം നിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നില്ല, നമുക്ക് തിരിച്ചു പോയേക്കാം. ഇതിൻ്റെ അങ്ങോട്ട് വല്ല വഴികളുണ്ടോ എന്ന് നോക്കണം. ചെറിയൊരു വഴിയൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ടൊന്ന് കയറി പോയി നോക്കാം. അങ്ങനെ ഒടുവിൽ ഗൈസ് നമ്മൾ നാടുകാണി വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല ചുട്ട് പൊള്ളി കിടക്കുന്ന നാടുകാണി വ്യൂ പോയിൻറ്റ്. ഞാനാണെങ്കിൽ വേർത്ത് കുളിച്ച് നിൽക്കുക കേട്ടോ. രണ്ട് സൈഡിലും നല്ല ഇപ്പം വേണേൽ കത്തിക്കോളാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പുല്ല കേട്ടോ. ഉയ്യോ, ഇതുണ്ട് പുല്ലൊക്കെ നിൽക്കുന്ന നോക്കി. ഉയ്യോ, തീയങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കത്തും. അതുപോലത്തെ വെയിലാണ്, ഒരു രക്ഷയില്ല, എങ്ങോട്ടും ഓടാനും പറ്റത്തില്ല. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ നാടുകാണി വ്യൂ പോയിൻ്റ്. ഞാൻ ആ കാട്ടിക്കൂടെ കുറച്ച് വരുന്നുണ്ട്. ഇപ്പുറത്തോട്ടൊരു വഴി കണ്ടു, ആ വഴിയെ കൂടെ ഞാൻ കുറച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അകത്തോട്ട്. എന്താ ശരിക്കും നാടുകാണി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോഴാണ്. ഞാനപ്പോൾ ഇതുവഴി മുന്നോട്ട് പോവാണ്. ഇതുണ്ടോ, ഈ ഒരു സൈഡിലോട്ട് എത്തുമ്പോൾ തന്നെ ഇതുണ്ടല്ലേ, രണ്ട് സൈഡും കാണാവുന്നൊരു വ്യൂവിലോട്ട് നമ്മൾ എത്തുകയാണ്. അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മലയുടെ താഴെ ആയതുകൊണ്ട് ഈ ഒരു സൈഡത്തെ വ്യൂ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു ചെറിയൊരു വഴി കാണുന്നുണ്ട്, ആ വഴിയെ ഒന്ന് മുന്നോട്ട് കയറി പോയി നോക്കാം. നല്ല രീതിയിൽ അണയ്ക്കുന്നുണ്ട്. ഈ മലയെല്ലാം കയറി വന്നേക്കുമല്ലേ. പിന്നെ ഞാൻ വെള്ളവും എടുത്തിട്ടില്ല, വെള്ളം ഞാൻ മേടിക്കാൻ മറന്നുപോയി. ഒരാവേശത്തിൻ്റെ പുറത്ത് നടന്ന് കയറിങ്ങി പോന്നു. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, നല്ലായിരുന്നു വിചാരിച്ചു. ഗൈസ്, അങ്ങനെ ഞാൻ നാടുകാണി വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ്. ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. നല്ല വെയിലാണ്, ഇവിടെ നിൽക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഒരു 360 വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതുണ്ടോ, ആ സൈഡിലുള്ള മലയും ഇപ്പുറത്തെ സൈഡിലുള്ള മലയെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതുണ്ടല്ലേ, ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഫീലായത്, ഞാൻ ഇതിന് മുമ്പ് പോയിട്ടുള്ള അയ്യമ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അയ്യമ്പാറ വ്യൂ പോയിൻറ്റ്. അയ്യമ്പാറ നിൽക്കുന്ന ഒരു ഫീല് തന്നെയാണ് ഇവിടെ. ഇതുണ്ടല്ലേ, ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഇല്ലിക്കക്കല്ല് മലയാണ്. ഒരു ലൊക്കേഷൻ മാത്രമാണ് പറയുന്നത്, എനിക്ക് ക്യാമറയ്ക്കകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കത്തില്ല. ആ ലൊക്കേഷൻ ഇല്ലിക്കക്കല്ല് മലയാണ്. അവിടെ ഇല്ലിക്കല്ല് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ടല്ലേ, ഈ സൈഡിലോട്ട് നല്ല വിശാലമായിട്ടുള്ള ഈ വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. നല്ല കല്ലും കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടം വരെയൊക്കെ കയറി പറ്റൂ. ആണല്ലേ, അപ്പോൾ ഇതാണ് നാടുകാണി വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഇങ്ങോട്ട് എത്താനുള്ളൊരു കറക്റ്റായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് മാത്രം കയറി വരിക. ഇതുപോലെ വെയിലത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വേർത്ത് കുളിച്ച് ഒരു രക്ഷയില്ല, ആ അവസ്ഥയായി പോവും. അയ്യോ, വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് ഞാൻ ഇറങ്ങി വന്നു. അയ്യോ, എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട കേട്ടോ, അത് ഭയങ്കര അമ്മാതിരി വെയിലാണ് കേട്ടോ അവിടെ. അതായത് കത്തി പോകുന്നതിനെക്കൊണ്ട് വെയിലാണ് ആ വ്യൂ പോയിൻ്റിൻ്റെ മുകളിൽ. സ്ഥലങ്ങളൊക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്, പക്ഷേങ്കിൽ കത്തി പോകുന്നതിനെക്കൊണ്ട് വലുതാണ്. ഞാൻ അതുകൊണ്ട് ആ കാണുന്ന ആ ഒരു മല കണ്ടോ, ആ ഒരു മലയുടെ മുകളിലോട്ടാണ് പോയത്. ഉയ്യോ, നമ്മൾ നടന്ന് കയറിയതേ മേളി വരെ എത്തി. ഉയ്യോ, ഭയങ്കര വെയിലായിരുന്നേ, വെള്ളം പോലും എടുത്തില്ല ഞാൻ. തലയൊക്കെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഈ സമയത്ത് നിങ്ങൾ ശരിക്കും വരേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ ആകും. ഫെബ്രുവരി മാസമാണിത്. എന്താ ഗൈസ്, പാമ്പാണോന്ന് അറിയത്തില്ല.
എന്തോ ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞായിരുന്നു. നല്ല കുടുംബം വല്ലതും ആയിരിക്കും. അപ്പം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉച്ച സമയത്ത് എന്നെ കാണിച്ചാലും വന്നേക്കില്ലേ, ഭയങ്കര വെയിലാണ്, കത്തിപ്പോവും. അതുപോലെയാണ്, നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിരാവിലെ ഒരു 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ സൂര്യോദയമൊക്കെ കാണാൻ സാധിക്കും. പിന്നെ വൈകുന്നേരമാണെങ്കിൽ ഒരു 5 മണി കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ മലയുടെ മേളിൽ കയറി ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഉയ്യോ തിളച്ച് കിടക്കുക, അതുപോലെയാണ്. ഉയ്യോ, എങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തി. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് നടന്നിറങ്ങി അങ്ങ് പോവാം. ഇവിടെ ആണ്ട് അനക്കം കിട്ടും കേട്ടോ. ഉടുമ്പ് വല്ലതും ആയിരിക്കും, ചെറിയ ഉടുമ്പൊക്കെ ഈ കാട്ടിക്കൂടെയൊക്കെ ഉണ്ട്, അതായിരിക്കും മിക്കവാറും. നമുക്ക് താഴോട്ടിറങ്ങി പോവാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തേവർമല അമ്പലവും നാടുകാണി വ്യൂ പോയിൻറ്റും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ ആ അമ്പലത്തിൻ്റെ മേളിലോട്ട് കയറി പോകാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അതോടൊപ്പം തന്നെ വ്യൂ പോയിൻറ്റും കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.